ഷാഫി പറമ്പിൽ എംപിക്കെതിരായ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പോലീസ്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷാണ് പരാതി നൽകിയത്. ഈ പരാതിയിൽ പാലക്കാട് ASPക്ക് നോർത്ത് CI ആണ് കേസെടുക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. BNS 356 പ്രകാരം അപകീർത്തി കേസ് നേരിട്ടെടുക്കാൻ കഴിയില്ലെന്നും കോടതിയുടെ അനുമതിയോടെ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നും റിപ്പോർട്ടിലുണ്ട്. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. സാജിദ്, മാധ്യമങ്ങൾക്ക് മുൻപിലാണ് ഈ അധിക്ഷേപ പരാമർശം നടത്തിയത്. അപ്പോൾ എല്ലാവരും കേട്ടതുമാണ്. ഇപ്പോൾ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് സാങ്കേതികത്വത്തിന്റെ പേരിലാണ്? ജിൽസി, സൈഫുദ്ദീൻ അപകീർത്തി കേസ് കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ എടുക്കാൻ കഴിയൂ എന്ന പുതിയ ഒരു കോടതി ഉത്തരവ്, സുപ്രീം കോടതിയുടെ ഉത്തരവ് കൂടിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപകീർത്തി കേസ് ആയതുകൊണ്ട് തന്നെ നേരിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് ASPക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വളരെ വ്യക്തമായി തന്നെയാണ് പാലക്കാട് CPMന്റെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. ഇത് ഇനി ഷാഫി പറമ്പിൽ നേരിട്ട് പരാതി നൽകുകയാണെങ്കിലും ഇതിൽ കോടതിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് കേസെടുക്കാൻ കഴിയൂ എന്നൊരവസ്ഥയാണ് ഉള്ളത്. നമ്മൾ വയറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം കൂടി വളരെ ശ്രദ്ധിക്കണം. അതിൽ ഈ അപകീർത്തി കേസ് എന്നുള്ളത് അത് മാധ്യമങ്ങൾക്കെതിരായതാണ്, അത് അവസാനിപ്പിക്കേണ്ട കാലം ആയിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് നേരിട്ട് ഇത് കേസെടുത്ത് കഴിഞ്ഞാൽ അതിൽ കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഈ നോർത്ത് CI ASPയെ അറിയിച്ചിട്ടുള്ളത്. ഈ BNS 356 പ്രകാരം അപകീർത്തി കേസ് നേരിട്ടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് ഈ പോലീസ് അറിയിക്കുന്നവരുടെ മൊഴി എത്തിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ കോൺഗ്രസ് നേതൃത്വം നേരിട്ട് തന്നെ കോടതിയെ സമീപിക്കാനുള്ളൊരു സാധ്യത കൂടിയാണ് ഉള്ളത്. അങ്ങനെ ഈ ഷാഫി പറമ്പിൽ തന്നെ ഒരുപക്ഷെ കോടതിയിൽ പോവുകയാണെങ്കിൽ നേരിട്ട് ഈ കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. സൈഫുദ്ദീൻ, ജിൽസി.